വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഫുട്ബോളറാണ് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹത്തിൻ്റെ ഇൻസെയിൻ സ്കിൽസ്, ഇൻസെയിൻ വർക്കൗട്ട് എത്തിക്സ് ആൻഡ് ഹിസ് ഫേമസ് സെലിബ്രേഷൻ, ഇതൊന്നുമല്ലാത്ത ഒരു വെറൈറ്റി ക്രിസ്ത്യാനോയുടെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരും. സോ ഗൈസ്, ലെറ്റ്സ് ബാക്ക് ടു ദി വീഡിയോ. ഈയൊന്നും കാണാത്ത, നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ മില്യനെയർ ആകുന്നതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ നിന്നും അങ്ങനെ ഒന്നും ഫുഡൊന്നും വാങ്ങാൻ പൈസ ചെയ്യില്ല. അങ്ങനെ അദ്ദേഹം ട്രെയിനിങ് ഒക്കെ ചെയ്തൊക്കെ കഴിഞ്ഞ് നേരെ മെക്ഡൊണാൾഡ്സിന് മുന്നിൽ കയറും. മെക്ഡൊണാൾഡ്സിന് മുന്നിൽ അദ്ദേഹത്തിന് എന്നൊരു താത്ത ഒരു ബർഗർ കൊടുക്കുക. ആ ബർഗർ കൊടുത്ത താത്തയെ റൊണാൾഡോ മില്യനെയർ ആയതിനു ശേഷം ഒരു ഇൻ്റർവ്യൂവിൽ പറയുക, എനിക്കൊരു ആ താത്തേനെ കാണണം, അല്ലെങ്കിൽ ആ ചേച്ചിയെ കാണണമെന്ന്. നിങ്ങളൊന്ന് ഇതിനെ പറ്റി ചിന്തിച്ചു നോക്കി. നിങ്ങൾ പെട്ടെന്ന് ഒരാൾക്ക് ഫുഡ് കൊടുക്കുന്നു, പിന്നെ കുറച്ച് കാലത്തിന് ശേഷം അദ്ദേഹം വല്ല മില്യനെയറാകുന്നു. ഓസം. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. നമുക്കറിയാം റൊണാൾഡോ ഒരു സൂപ്പർ ഡിസിപ്ലിൻ ആണെന്ന്. റൊണാൾഡോ ചില വിയേർഡായ കാര്യങ്ങൾ അദ്ദേഹം കളിക്ക് മുമ്പ് ചെയ്യാനായിരുന്നു. ഒന്ന്, അദ്ദേഹം വലത്ത് കാല് കൊണ്ട് മാത്രമേ ഗ്രൗണ്ടിൽ കാലുകുത്താറുള്ളൂ. രണ്ട്, അദ്ദേഹം എപ്പോഴും ബസ്സിൽ ഒരേ സീറ്റിൽ തന്നെ ഇരിക്കൽ. മൂന്ന്, അദ്ദേഹം കളിക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈലൊന്നും റെഡിയാക്കാറുണ്ട്. മേ ബി ടി വിയിൽ വരുമ്പോൾ ഒരു മോശം ഹെയർ സ്റ്റൈലായിട്ട് വരണ്ട എന്ന് വെച്ചത് കൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. റൊണാൾഡോ എപ്പോഴും ഫുട്ബോളറാകാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇൻഫാക്റ്റ് റൊണാൾഡോയുടെ ചെറുപ്പത്തിൽ ഹി വാണ്ട് ടു ബിക്കം എ ഡാൻസർ. നമ്മളെല്ലാവരും റൊണാൾഡോയുടെ ഗ്രാവിറ്റി ഡിഫൈൻ ഹെഡർ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയോ, റൊണാൾഡോക്ക് ഒരു ആവറേജ് NBA താരത്തേക്കാൾ ഉയരത്തിൽ ചാടാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് 2.43 മീറ്ററാണ്. ക്രോസ് ബാറിൻ്റെ അത്ര വലുപ്പം. അധികം ഫുട്ബോളേഴ്സിന് ടാറ്റു ഒട്ടിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ റൊണാൾഡോക്ക് അത് ഇഷ്ടമല്ല. കാരണം അദ്ദേഹം ബ്ലഡും ബോൺ മാരോസൊക്കെ ഡൊണേറ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്കറിയാവുന്നതാണ്, അത് എനിക്കും അറിയാം. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ റൊണാൾഡോ എന്താ ഇത്രയും ഫാസ്റ്റ് എന്ന്? അദ്ദേഹത്തിൻ്റെ പീക്കിൽ അദ്ദേഹം 21 മൈൽസ് പെർ ഹവർ വരെ പോയിട്ടുണ്ട്. അതൊരു ഒളിമ്പിക് താരത്തിൻ്റെ സ്പീഡാണ്. ചില എക്സ്പേർട്സുകളൊക്കെ പറയുന്നത് റൊണാൾഡോ ഒളിമ്പിക്കിന് വേണ്ടി ബൂട്ട് കെട്ടിയാൽ ഹി വിൽ ബിക്കം എ ചാമ്പ്യൻ. നമുക്കെല്ലാവർക്കും അറിയാം റൊണാൾഡോ റിച്ച് ആണെന്ന്. ബട്ട് ജസ്റ്റ് ഹൗ റിച്ച് ഹി വാസ്. അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്ക് 1 ബില്യനാണ്, മേക്കിംഗ് ഹിം വൺ ഓഫ് ദി റിച്ചസ്റ്റ് അത്ലറ്റ് ഇൻ ഹിസ്റ്ററിയാണ്. റൊണാൾഡോ വിചാരിച്ചാൽ ഈ ലോകത്തിലുള്ള എല്ലാ ലംബോർഗിനിയും അദ്ദേഹത്തിന് വാങ്ങാൻ സാധിക്കും. നിങ്ങൾക്കറിയോ റൊണാൾഡോ ഫസ്റ്റ് റെഡ് കാർഡ് കിട്ടിയത് എപ്പോഴാണെന്ന്? ദാറ്റ്സ് വാസ് റിയലി റിഡിക്കുലസ് ഗൈസ്. ഒരു റെഫറിയെ ഒറ്റ കണ്ണുകൊണ്ട് മാളിയപ്പോൾ റെഫറി റെഡ് കാർഡ് തന്ന ഇൻസിഡൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് എവർ റെഡ് കാർഡ്. ഞാൻ എല്ലാവരും റൊണാൾഡോയുടെ റോക്ക് ഹാൻഡ് ഹാർഡ് ആബ്സ് കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയോ റൊണാൾഡോ ഒരു ദിവസം 1000 സിറ്റപ്സ് വരെ ചെയ്യാറുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹം സ്കിന്നി ആയിരുന്നു. അപ്പോൾ ഉണ്ടായ ഒരു ചെറിയൊരു ട്രോമ കാരണം ആ സങ്കടം ഇനി വരാതെ ഇരിക്കാൻ വേണ്ടി അദ്ദേഹം ഇപ്പോഴും വർക്ക് ചെയ്യാറുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ റൊണാൾഡോ കൊക്കോക്കോളയെ മാറ്റിവെച്ച് വാട്ടർ എന്ന് പറഞ്ഞൊരു ഇൻസിഡൻറ്റ്? ഹീ ഈസ് റിയലി സീരിയസ് ഗൈസ്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മകൻ ചിപ്സും കൊക്കോക്കോള തിന്നതിന് ശേഷം റൊണാൾഡോ കണ്ടതിന് ശേഷം റൊണാൾഡോ ചൂടായില്ല ഗൈസ്. വാവ്, ഇമാജിൻ ചെയ്ത് നോക്ക്, റൊണാൾഡോ നിങ്ങളോട് ഒരു ഡാഡി ആണെങ്കിൽ നോ ജങ്ക് ഫുഡ്, ഓൺലി 6 pack ബോൾസ്. നിങ്ങൾക്ക് ഏത് ക്രിക്കറ്റാണ് ഏറ്റവും കൂടുതൽ അത്ഭുതമായി തോന്നിയത്? പ്ലീസ് കമൻറ്റ് ബിലോ.